ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ ലോഡ് ഇറക്കി. പുറകിലൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വളഞ്ഞു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആദ്യം റിവേഴ്സ് വയ്ക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് വലിയൊരു സംഭവമാണ് ഇറ്റലിയിലെ. കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ലോഡ് ഇറക്കാനായിട്ട് അതിനുള്ള സംഭവങ്ങളില്ല എന്നുള്ള മെഷീൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രെയിലറിലൊക്കെ ഡക്കുകൾ വന്ന് ഇറക്കാറ്. ഇവിടെ ഡക്കുകളൊന്നുമില്ല. പിന്നെന്ന് പറയാനായിട്ട് ചെറിയ വണ്ടികൾക്ക് പോകാനുള്ള വഴികളാണ് പോവുക. ഞാൻ കണ്ടേക്കാം. ഇതിന്റെ ഔട്ടർ അതാണ് കുഴപ്പം. സൈഡ് വലിക്കും. അവിടെ എന്തോ അവന്മാർ വെച്ചിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. അത് ഷീറ്റാ. എന്റെ പൊന്നു കൂട്ടുകാർ, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോ നമുക്ക് പറമ്പിൽ കൂടെ കുത്തി കയറ്റാന്ന് വിചാരിക്കാം. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഐസാണ്. പടപടയെന്ന് കേൾക്കാം. ഐസിലേക്ക് കയറുന്നതാണ് ഈ കാണുന്നത്. തുറന്നിട്ടിട്ടുണ്ട്. ഒരു പൈപ്പൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് കൂടാം. ഞാൻ ആദ്യം ഇതിലേക്ക് കയറി വന്നപ്പോ ഇതാണ് ഇതിലേക്കുള്ള വഴി. അപ്പൊ നമുക്കതിലെ പോകാൻ പറ്റില്ല. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Keep left to continue on via Lucania, then slight right onto Via Montello. This route avoids road closures. You are on the fastest route. You should reach your destination by 15:28. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വേണം നമുക്ക് പോകാനായിട്ട്. ഇതിലൂടെ കയറുന്ന വിചാരിക്കണം. ഇല്ലെങ്കിൽ ആദ്യം റിവേഴ്സ് അതെല്ലാം പോകും. ഇത് മൊത്തം Head north.
കയറില്ല, അത് മൊത്തം എടുത്തിട്ട് പോകും. അതിലും ഭേദം അപ്പുറത്തോടെ കയറ്റി പോകുന്നതായിരുന്നു. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിലെ വണ്ടി കയറില്ല, അവരൊരു അക്ഷരം പോലും പറയണില്ലാന്നേ. റോങ് സൈഡിൽ കൂടെ കയറി വന്നെന്നോ. ആ പുറകിൽ വണ്ടികളും കിടപ്പുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും തീരുമാനമാകും. ആ പുറകിൽ കൊഞ്ഞനെ കൊത്തിയമാതിരി വണ്ടികൾ കിടപ്പുണ്ടെന്നേ. ടക്ക് ടക്ക് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ടച്ച് ചെയ്തോ ഇല്ല എന്നുള്ളത്. അതാണ് കുഴപ്പം. നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ച് പോകുന്നത് സിറ്റുവേഷനാണ്. ഈ റിവേഴ്സ് വയ്ക്കുമ്പോൾ ആ സൈഡ് മുഴുവൻ പോകുന്നേ. ഇത് നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ലാണ്ട് അപ്പുറത്തോടെ നമുക്ക് കയറാന്നില്ല. വെറുതെ ട്രൈ ചെയ്തൊന്നും പറഞ്ഞ് ആ കൊഞ്ഞനെ കുത്തി കളയാന്നല്ലാണ്ട് ആ സൈഡൊക്കെ ഇടിച്ചിട്ടേക്കണ നോക്കി. ഈ സാധനമൊക്കെ പോയേക്കണ കണ്ട. In 150 meters, at the roundabout, take the third exit. ഇതിലേ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇല്ല, ഇതിലേ മുന്നെടുക്കാൻ പറ്റില്ല. എല്ലാം റോങ് സൈഡ് കയറ്റി പോകേണ്ടി വരും. ട്രെയിലർ ഇതിലെ വളയില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കി. അവിടെ ഒരു എന്തായാലും നോക്കിയോ. എന്തായാലും ഇനി പുറകിൽ പോയി നോക്കട്ടെ. സംഭവം ചാമ്പ്യൻ ഒരു രക്ഷയില്ലേ. ഇത് കയറ്റാൻ തന്നെ 100 പ്രാവശ്യം പാടുവിട്ടെ. ഒരൈഡിയയില്ല.
Head southwest, then make a U-turn. അവിടെ ഒന്ന് ഫോൺ അടിച്ചു കഴിഞ്ഞാൽ സൗകര്യം കൂടുതലാട്ടോ. പോയ സ്ഥലി അതൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ In 100 meters, at the roundabout, take the third exit. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഓക്കെ, ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് In 150 meters, merge onto Via Lucania. സൈഡ് അവിടെ തട്ടിയിട്ടുണ്ട്, കുറേ വണ്ടികൾ തട്ടിയിട്ടുണ്ട്. നമ്മളിത് കണ്ടോണ്ട് വെറുതെ കിടന്ന് കോമഡി കാണിച്ചിട്ട് കാര്യമില്ല. Merge onto Via Lucania, then slight right onto Via Montello. ഇതേ അടുത്തത് ഇതിൻ്റെ പള്ള പോയിട്ടുണ്ട്. ഈ പള്ള പോണത് കാണുമ്പോൾ കംപ്ലീറ്റ് നമുക്കൊരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും. സുഖമില്ലായ്മ ഫീൽ ചെയ്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയെന്ന് തോന്നുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് തന്നെ. En 600 metros, toma la entrada a la izquierda, después sal por la derecha. ഇതിലെ ഒരു ഔട്ടർ പറയാനുണ്ടല്ലോ, നോക്കി നോക്കാം. ട്രെയിലറുകൾക്ക് കയറാൻ പറ്റുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. Slight right onto Via Montello, SP 135. In 150 meters, at the roundabout, take the first exit onto Via Montello. നമ്മൾ എന്തായാലും നല്ലൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കയറിയേക്കണേ. ഇത് ചെറിയൊരു ഗ്രാമമാണ്, ഏതാണെന്ന് എനിക്കറിയില്ല. ട്രെയിലറുകൾക്ക് Salve la rotonda por la primera salida por la estrada provincial 135. In 500 meters, at the roundabout, take the first exit and stay on Via Montello. Gira a la derecha. ഇവിടെ നിന്നും വലത്തോട്ട്. Salve la rotonda, después gira a la derecha.
Gira a la In derecha 400 vía la meters, República. merge onto Strada Statale 36 del Lago di Como e dello Spluga. അങ്ങനെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് Continue on Strada Statale 36 del Lago di Como e dello Spluga for 10 kilometers. വണ്ടി വലിക്കണില്ല. ഇനിയൊരു 525 കിലോമീറ്റർ ആണ് ഓസ്ട്രേലിയയിലേക്കുള്ള. Por la estrada estatal. നമുക്കപ്പോൾ ഇനി നാളെയാണ് രണ്ട് സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കണം, അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ട് ഇറക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നാളെ നമ്മുടെ പരിപാടി തീരും. വണ്ടി ചവിട്ടിയിട്ട് നീങ്ങണില്ലല്ലോ, കയറ്റായതുകൊണ്ടായിരിക്കാം. പോണ്ട്. നമുക്കിനി ഹൈവേയിൽ കയറി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കാപ്പിയെല്ലാം കുടിക്കണം, പരിപാടികളൊക്കെ ചെയ്യാണ്ട്. നമ്മളപ്പോൾ ഇന്നലെ ടോൾ എടുക്കുന്ന സമയത്ത് വന്നിട്ട് അവർ 80 യൂറോണ് മിലാൻ വരെ ട്രെയിലറിന് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വന്നേ. ഞാൻ എൻ്റെ പ്രൈവറ്റ് കാർഡ് ഇട്ടിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ബില്ലടിച്ച് തന്നു. അത് എന്നിട്ട് നീ കമ്പനി കൊണ്ട് കൊടുത്താൽ മതി. ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞത് ഈ സാധനം പുതിയ വണ്ടികൾക്കൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതായിരുന്നു ഇറ്റലിയിൽ. എവിടെ എന്താണ് കാര്യമെന്നറിയില്ല. ഇറ്റലി രജിസ്ട്രേഷൻ വണ്ടിയാണ്, അവൻ സാവധാനമാണ് പോണത്. അളിയൻ 70 പോവുള്ളൂ എന്നാണ് തോന്നണത്. നമുക്കപ്പോൾ പയ്യനെ സംഭവം എടുത്ത് നമ്മുടെ കാര്യം നോക്കി പോവാന്ന് പറയാം. ഇവിടെ മിലാനിലേക്കാണ് നമ്മൾ തിരിച്ച് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോണം. വെനേസിയ ആ റൂട്ട് എടുക്കണം. ഇവിടെ വണ്ടികൾക്ക് വന്നത് എന്തിട്ട് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. കുറേ വണ്ടികളിൽ പി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലേണേഴ്സിലെ ഇതാണെന്ന് തോന്നണം. അവരൊക്കെ സാവധാനം പോണേ, വളരെ സാവധാനം പോണ ടീമുകൾ. എടുത്തിട്ട് അതെ വെനേസിയക്ക്
ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത എനിക്ക് തോന്നുന്നത് ടോളിലേക്ക് കയറുന്നു തോന്നുന്നു. പിന്നെ അങ്ങോട്ട് ടോളായിരിക്കും. ഇവിടെ വലിയ റേറ്റ് ഒന്നും തോന്നിയൊന്നുമില്ല ടോളിന് ഇറ്റലിയിൽ. En 4 kilómetros, mantente a la derecha en dirección a 4. In 3 kilometers, take the exit toward Bologna, Aeroporto Linate. റെസ്പെക്ട് അല്ല വെലോസിറ്റി അത് എഴുതി വെച്ചിട്ടുണ്ട് 90. ട്രക്കുകൾക്ക് ഇതിൽ ഞാൻ കാണുന്നത് 70ആണ്. എനിക്ക് തോന്നുന്നത് മിലാൻ്റെ അകത്തൊക്കെ 70ആണെന്ന് തോന്നുന്നു. GPS signal lost. അടിപൊളി. അതിനെവിടെ പറഞ്ഞുണ്ടായിരുന്നുള്ളൂ. ഇതെന്തിട്ട് ഇങ്ങനെ കാണാ? In 500 meters, take the exit toward Bologna, Aeroporto Linate. എനിക്ക് വലിയൊരു ഐഡിയ വന്നില്ല എങ്കിലും ഇതിൽ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാൻ നോക്കാം. Take the exit toward Bologna, then slight right onto the ramp to Tangenziale Est. നോ ഇതിലേ പോയിട്ട് എന്തിട്ടുണ്ടാവണേ നോക്കട്ടെ. Slide right onto the ramp to Tangenziale Est, then merge onto A52. Mantente a la derecha en dirección a 4. In 300 meters, use the second from the right lane to turn slightly right onto the E64, A4 ramp. Use the second from the right lane to turn slightly right onto the E64 ramp, then use the left lane to take the E64 ramp. Mantente a la izquierda. പുള്ളി en എന്തൊരു dirección a Use the left lane to take the E64 ramp. സൂട്ടിച്ചിട്ട് വണ്ടി ഓടിക്കണെന്ന് നോക്കിയാൻ 2 ലൈനും മൊത്തത്തിൽ കവർ എടുത്ത് ഒരു പരിവാകൂല പുള്ളി. In 600 meters, use the left lane to take the E64, A4 ramp to Venezia, Tangenziale Est. ഇതാണ് വെനേസിയക്ക് പോണത്. En 500 metros, sitúate a la izquierda, después mantente a la izquierda por la A4. ഇവിടെ നിന്നും വെനേസിയ. വെനേസിയ. Mantente a la Use the izquierda left por la lane to take the E64 ramp, then merge onto A4. ഇങ്ങനെയാണ് നമ്മൾ ടോളിലേക്ക് കയറണേ. ഇപ്പോഴല്ല, അതിൻ്റെ അമ്മോ അവിടെ ഹെവി ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. പണി വന്നാൽ പെട്ടുകൂടാ.
Continue on A4 for 84 kilometers. ഇനി ഇതിൽ കാണിക്കുന്നത് 122 കിലോമീറ്റർ ആണ്. നോക്കട്ടെ. Sigue por la 4. അപ്പോൾ നമുക്ക് ഇനി ടോൾ എടുക്കണം. അതുവഴി നേരെ വിട്ടടിച്ച് പോകണം. പോണ വഴിക്ക് നമുക്ക് എന്നിട്ട് റൂട്ട് പോകാം. ഇവിടെ നിന്നാണ് ടോൾ എടുക്കണ്ട. ട്രക്കുകൾക്ക് ഇതിലെ കാർക്ക് അതൊന്നുമില്ല. എൻ്റെ എല്ലാ സാധനം വർക്ക് ചെയ്യണില്ല. ഇതിലെ വാറ്റ് മാത്രം നടക്കുള്ളൂ. അറിയില്ല, നോക്കി നോക്കട്ടെ. ഇവൻ ഇതിലേ പോണ. നമുക്ക് ടോക്കൺ എടുത്തിട്ട് വേണം പോവാനായിട്ട്. നമ്മളതിൽ മറ്റേ സംഭവം ഇല്ല. അയ്യോ പെട്ടു. ടിക്കറ്റ് നമ്മളപ്പോ അവിടെ നിന്ന് ടോളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതാദ്യം കുത്തി കയറ്റിയിട്ട് ആരും ആരെങ്കിലും തെറിയും കേട്ട് നമ്മളവിടുന്ന് പേപ്പർ മേടിച്ചിട്ട് പോവും. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 10:24. നമ്മൾ വൈകിട്ടാവുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും ഒത്തിരി നന്ദി സപ്പോർട്ടിനൊക്കെ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.